തുടർന്ന് ആലലി കർത്താവിൻ്റെ ദാസി സിസിലിക്കുട്ടി ജോസഫ്, ന്യൂ ഇന്ത്യ ചർച്ചക്കോട് ചിങ്ങവനം പിന്നെ പ്രദേശമായ കർത്താവിൻ്റെ ദാസി ദീർഘ വർഷങ്ങൾ കർത്തവേലയിൽ വ്യാപൃതയായ സ്വദേശത്തും വിദേശത്തുമായി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്തദാസിയാണ്. ഇന്ന് നമ്മുടെ ഒപ്പമായിരിക്കുന്ന പ്രിയ ജിയോ ബ്രദർ ആണ് മുഖാന്തരമാണ് കർത്തദാസി നമ്മുടെ നടുവിലേക്ക് കടന്നു വരാനിടയായി തീർന്നത്. വിശേഷാൽ യൂറോപ്പിൻ്റെ മേഖലയിൽ കർത്തദാസി പല സ്റ്റേറ്റുകളിൽ കൗണ്ടികളിൽ ഒക്കെ ദൈവനാമത്വത്തിന് വേണ്ടി ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പൽക്കാലം വിശേഷാൽ നമ്മുടെ ഒപ്പം ആയിരിക്കും. ഞങ്ങളധികം സന്തോഷിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസി സിസിലിക്കുട്ടി ജോസഫിനെ ഹാർദവമായിട്ട് റോഡ് ഓപ്പറേഷനിലെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്നുള്ള സമയം ഏകദേശം 35 മിനിറ്റ് 40 മിനിറ്റോളം സമയം കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ദാസി നമുക്ക് ആവശ്യമായ ദിവ്യാലോചന നൽകും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസിയെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ചർച്ചിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് ഇന്നിവിടെ ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കി തന്നത്. എനിക്ക് സമയം ഒരുക്കി തന്ന ഈ സഭയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത കർത്താവിൻ്റെ ദാസനോട് സഭയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ വരുവാനുള്ളതായ അവസരം എൻ്റെ കൊച്ചു മക്കളാണ് ജിയോയും ബ്ലെസ്സിയും. അവരുടെ അപ്പൻ മൂലം ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലൊക്കെയും ആയിരിക്കാൻ കർത്താവ് അവസരമൊരുക്കി. ഞാൻ ആദ്യമായിട്ട് പെന്തക്കോസ് വിവാഹം കൂടിയത് ജിയോയുടെ അപ്പൻ്റെ അമ്മയുടെയും വിവാഹമാണ്. ആദ്യം പെന്തക്കോസ് കല്യാണം കൂടുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏത് പശ്ചാത്തലത്തിലായിരുന്നു എന്ന്. കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതായ ഒരു ഫാമിലിയായിരുന്നു. ഭർത്താവ് 2 പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് 1.5 വർഷമായി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് അവിടെ നിടിയായി. 2 പെൺപിള്ളേരുണ്ട്. മൂത്ത മകൾ ബാംഗ്ലൂരിൽ കുടുംബമായിട്ട് പാർക്കുന്നു. രണ്ടാമത്തെ മകൾ UK കെൻറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും അവിടെ ആയിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ വരുവാനായിട്ട് കർത്താവ് അവസരം ഒരുക്കിയത്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ വാഗ്ദത്തത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടാകുവാനായിട്ട് അവിടെ നിടയായി. നമുക്കിനി ഒരൊറ്റ വാഗ്ദത്തമേ നിവർത്തിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ വരവിൽ നമ്മളെല്ലാവരും ചേർക്കപ്പെട്ട നിത്യരാജ്യത്തിന് നമ്മൾ അവകാശിയായി തീരും. ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എൻ്റെ പേര് പറഞ്ഞു. ഞാൻ ഏത് ചർച്ചിലാണെന്നും ഏത് ദേശത്താണെന്നുമുള്ളതായ കാര്യമെല്ലാം പറഞ്ഞു. ഞങ്ങൾ കത്തോലിക്ക സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ കടന്നു വരുവാനുള്ള കാരണം ഞങ്ങളൊരു വലിയ ബിസിനസ്സുകാരായിരുന്നു. അങ്ങനെ ജീവിതം എല്ലാം മടുത്ത് ബിസിനസ് എല്ലാം പൊട്ടി തകർന്നതായ സമയത്ത് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആലോചന ഞങ്ങളോട് വന്ന് പറയുവാനായിട്ട് അവിടെ നിടയായി. അങ്ങനെ 1988 നവംബർ 17 കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയം കൊടുക്കുവാനായിട്ടും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനായിട്ടും അവിടെ നിടയായി. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയ അന്നു മുതൽ വലിയ പ്രതികൂലങ്ങൾ, അനേക പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. വീട്ടിൽ നിന്നെല്ലാം ഇറക്കി വിടുവാനായിട്ട് അവിടെ നിടയായി. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ തമിഴ്നാട്ടിലായിരുന്നു. ആ തമിഴ്നാട്ടിലായിരിക്കുന്നതായ സമയത്ത് ജിയോയും ഞങ്ങൾ ഒരു ചെറിയ വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ജിയോയുടെ അപ്പനും അമ്മയും ജിയോയും ജിനുവും 2 പിള്ളേരെന്ന് അന്നവരാണ്. 2 കുഞ്ഞു പിള്ളേരായിരുന്നു. അന്ന് അവരെ അവിടെ പാർപ്പിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനായിട്ട് അവിടെ നിടയായി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചിങ്ങിവനത്ത് വന്ന് പാർക്കുവാനായിട്ട് അവിടെ നിടയായി. ജീവിതത്തിന് നേരെ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു വിശ്വാസ ജീവിതത്തിൽ വന്നാൽ ഉടനെ എല്ലാം ലഭിച്ചു, എല്ലാം സുഖമാണെന്ന്. അല്ല, പ്രതികൂലം വന്നത് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. പലവിധമായ രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. കാരണം മരണം പോലും മുഖാമുഖമായി കണ്ടതായ
സാഹചര്യങ്ങളുണ്ടായിരുന്നു. 2012 എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുവാനായിട്ട് അവിടെ നിടയായി. വണ്ടി ഇടിച്ച് തെറിച്ച് ഞാൻ റോഡിൽ വീണു. എൻ്റെ മേലെ 4 വീല് മേളിലായി വണ്ടിക്കടിയിൽ ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ചെവികളിൽ മന്ത്രിക്കുവാനായിട്ട് അവിടെ നിടയായി. ആരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, ആരും നമ്മളെ ആശ്വസിപ്പിക്കാനില്ലാതിരിക്കുമ്പോൾ ആശ്വാസദായകൻ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ യെരുശലേമിൽ എൻ്റെ സാക്ഷിയാക്കി നിർത്തുമെന്ന്. ദൈവമക്കളെ പറയട്ടെ, അതിനോടുള്ള ബന്ധത്തിൽ 2014 യെരുശലേമിൽ കർത്താവിൻ്റെ സാക്ഷിയാക്കി നിർത്തുവാൻ കർത്താവ് അവസരമൊരുക്കി തന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതായ ആ കാലം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാസ്റ്റർ വി എ തമ്പിയെ അറിയാമായിരുന്നല്ലോ. ഹല്ലേലൂയ. അവർ മുഖാന്തരമാണ് വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുവാൻ അവസരമൊരുക്കി തന്നത്. അന്നൊക്കെ എൻ്റെയൊക്കെ ഉള്ളിൽ വീണതായ ചില വിത്തുകൾ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? നമ്മളിവിടെ എന്തെങ്കിലും ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതല്ല. നിത്യതയിൽ ഹല്ലേലൂയ ഒരു കൂട്ടം ആത്മാക്കളെ കർത്താവിന് വേണ്ടി കാഴ്ചവെക്കണമെന്നുള്ളതായ ആ ഒരു വലിയ ആത്മഭാരം ഞങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കുവാനായിട്ട് അവിടെ നിടയായി. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലൊക്കെയും ഇന്ത്യയുടെ ഭൂപടം വെച്ച് 29 സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കുറേ പേര് കൂടി ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഈ 29 സ്റ്റേറ്റിലും കർത്താവ് എന്നെ അയക്കണമേ എന്ന്. ഒന്നും അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, പക്ഷെങ്കിൽ പറയട്ടെ, 2020 നോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ 16 മുതൽ 20 വരെയുള്ളതായ ആ വർഷങ്ങളിൽ 29 സ്റ്റേറ്റിലും പോയി കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് അവസരം ഒരുക്കി തരുവാനായിട്ട് അവിടുന്നടിയായി. പ്രൈസ് ദി ലോർഡ്. അവിടെ എല്ലാം എന്താണെന്നറിയാമോ? 3 ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. അവിടെ എല്ലാം സഭകൾ ഉടലെടുക്കുവാനായിട്ട് അവിടെ നെടിയായി. സ്തോത്രം. സ്റ്റേറ്റുകളിൽ പോയത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ആത്മാവിൽ നമ്മൾ 2-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? എന്തു ചോദിക്കാനാണ് പറഞ്ഞത്? നീ എന്നോട് ചോദിച്ചു കൊള്ളുക. എന്താണ്? ജാതികളെ ഭൂമിയുടെ നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ കൈവശമാക്കാനാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം ചോദിക്കുന്നത് എന്താണ്? ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അത് വേണ്ടെന്നുള്ളതല്ല, അതെല്ലാം നമുക്ക് വേണം. എന്നാൽ അതിനപ്പുറമായി നിങ്ങളെയും വീണ്ടെടുത്ത എങ്ങനെയാണ് അവൻ വീണ്ടെടുത്തത്? അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്ന ഹല്ലേലൂയ നമ്മുടെ ഒരു അരുമനാഥനുണ്ട്. നമ്മൾ ആ കർത്താവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവന് വേണ്ടി എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായ ഒരു ആത്മഭാരം എൻ്റെ ഉള്ളിൽ വീഴുവാനായിട്ട് അവിടെ നിടയായി. അങ്ങനെ പല സ്റ്റേറ്റുകളിൽ കടന്നു പോകുവാനായിട്ട് അവിടെ നിടയായി. ഏതാണ്ട് ഒരു 26 വർഷത്തോളം നോർത്ത് ഇന്ത്യയുടെ ഛത്തീസ്ഗഡിൽ, ഒറീസയിൽ, മധ്യപ്രദേശത്തൊക്കെയും കടന്നു പോകുവാനും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് അവസരം ഒരുക്കുവാനായിട്ടൊക്കെയും കർത്താവ് അവസരം ഒരുക്കി. അവിടെ ആ 29 സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ അനേകം വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടു. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവസാനമായി ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ വർഷം 21-ലാണെന്ന് എനിക്ക് തോന്നുന്നു, ഓസ്ട്രേലിയയിൽ ഞങ്ങൾ കടന്നു പോകുവാനായിട്ട് അവിടെ നിടയായി. അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. അവിടെ ഒരു സഭ ഉടലെടുക്കുവാനായിട്ട് അവിടെ നിടയായി. അതെല്ലാം ശേഷം 3 വർഷത്തോളമായി എങ്ങും പോകുവാൻ കഴിയാത്ത വിധത്തിൽ കോവിഡൊക്കെ ആയതുകൊണ്ട് എങ്ങോട്ടും പോകുവാൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രേയർ നടത്തുമായിരുന്നു. ഏതാണ്ട് ആ കോവിഡിന് മുമ്പ് വരെ 30 വർഷത്തോളം 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രേയർ നടത്തുവാനായിട്ട് കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് അത് ഒരുക്കി തരുവാനായിട്ട് അവിടെ നിടയായി. അനേക ദൈവദാസന്മാരെ അതോടുകൂടെ വാർത്തെടുക്കുവാൻ, അനേക പ്രവാചകന്മാരെ വാർത്തെടുക്കുവാൻ കർത്താവ് അവസരം ഒരുക്കി. അനേകരെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അങ്ങനെ പല സഭകളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാനായിട്ടൊക്കെ കർത്താവ് അവസരം ഒരുക്കി തന്നു. ദൈവമക്കളെ പറയട്ടെ, ഹല്ലേലൂയ. എന്നെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ജോലിക്കായിട്ട് വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ടാണ് എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ അതിനപ്പുറമായി ഈ അയർലൻഡിൽ എന്നെ നിങ്ങളെയും അയച്ചിരിക്കുന്ന ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ ആത്മഭാരം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം എനിക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഒരു ദിവസം
ദൈവാത്മാവ് ഒരു വെളിപ്പാട് തരുവാനായിട്ട് അവിടെ നിടയായി. ഒരു വലിയ തീപ്പന്തവുമായിട്ട് അനേക ഇടങ്ങളിലേക്ക് അയക്കുന്നത് കാണുവാനായിട്ട് അവിടെ നിടയായി. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സിസ്റ്റർ സാറാ കോവൂരിന്, മേരി കോവൂരിൻ്റെ മകള് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടിയാണ് ഞങ്ങൾ UK കടന്നു വരുവാനായിട്ട് അവിടെ നിടയായത്. ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ 50 മണിക്കൂർ പ്രാർത്ഥിക്കുക, രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് കടന്നു വരുവാനായിട്ട് അവിടുന്ന് അവസരം ഒരുക്കിയത്. കെൻറ്റിൽ ഞങ്ങൾ UK കെൻറ്റിലാണ് 50 മണിക്കൂർ പ്രാർത്ഥന ആരംഭിച്ചു. അത് ഞങ്ങളുടെ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു 50 മണിക്കൂർ പ്രാർത്ഥന നടത്തുവാനായിട്ട് അവിടെ നിടയായി. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ അയർലൻഡിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ 50 മണിക്കൂർ പ്രാർത്ഥന ഇന്നലെ രാത്രി 12 മണിയോടുകൂടി, 2 മണിയോടുകൂടിയാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ സാധിച്ചത്. ഞങ്ങൾ രാത്രിയിൽ 1 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ, 1 മണിക്കൂർ. കാരണം ചെയിനായിട്ട് കല്ലലി ഉപവാസത്തോടെ നമ്മൾ 50 മണിക്കൂർ പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയാവോ? ഈ അയർലൻഡിന് വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, നമ്മൾ വിതച്ചാൽ ഹല്ലേലൂയ നമുക്കൊരു കൊയ്ത്തുണ്ട്. 126 സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് എന്താണ്? നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചാൽ കൊയ്യും. ഞങ്ങൾ വിതച്ചിരിക്കുക കേട്ടോ. ഹല്ലേലൂയ, നിങ്ങൾക്കൊരു കൊയ്ത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാവിലത്തെ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു സഹോദരന് ബിഷപ്പൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു ഭയങ്കര ഗ്രൗണ്ട് പോലെ കിടക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ അടുത്ത് കടന്നുപോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കാരണം ബിഷപ്പിനെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മളെ കാണാൻ ആരും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അവിടെ ആൾക്കാർ വരികയാണ്. എന്നാൽ ഞങ്ങൾക്കൊരു ആത്മഭാരം ഉണ്ടാകുവാനായിട്ട് അവിടെ നടിയായി. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാമെന്ന് വാഗ്ദത്തം ചെയ്തെങ്കിൽ ആ ദേശത്ത് ഞങ്ങൾ കാലുകുത്തി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അതുമാത്രമല്ല, മിഷനറിമാരെ അവിടെ അടക്കിയതായ ഒരു വലിയ കുന്നും മുകളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാട്ടിലും കല്ലലി ഒരു കൊച്ചു പെണ്ണാണ്. 74 വയസ്സ് പ്രായമായ ഒരു കൊച്ചു പെണ്ണാണ് കല്ലലി ആ മുകളിൽ കയറിപ്പോയി. എന്താണെന്നറിയാവോ? കല്ലലിയ ഞങ്ങൾ കൈവശം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ചോദിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റൊന്നിനുമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. കണ്ണുനീരോടെ ഇവിടെ വിതച്ചതായ അനേക കൊയ്ത്ത് ഇവിടെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ UK പല സ്ഥലങ്ങളിലും വണ്ടിയിൽ അവരെന്നെ കൊണ്ടുപോയി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് അവിടെ നിടയായി. ഏതാണ്ട് 22 പള്ളികൾ അടച്ചിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ 1-2 പള്ളികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്താണെന്നറിയാവോ? ഒരു പള്ളിക്കകത്ത് ബാറ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ആരാധനയ്ക്ക് ആരും പോകാനായിട്ടില്ല. ഹല്ലേലൂയ. നന്ദിയോടെ സഹോദരൻ, ഇവിടെയാണെങ്കിൽ നോക്കിക്കേ, എല്ലാവരും ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. പ്രായമുള്ളവരുണ്ടോ? എന്നാൽ പള്ളികളിൽ എന്താണെന്നറിയാവോ? പ്രായമുള്ള കുറച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരും മാത്രമേ ഉള്ളൂ. പള്ളികളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പെന്തക്കോസ്തുകാർക്കും പലർക്കും ആരാധനാലയമില്ല. ഉണ്ടോ? ഇവിടെയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് അവകാശം പറയണ്ടേ? ഹല്ലേലൂയ. ഈ പള്ളികളെ ചൂണ്ടിക്കൊണ്ട് ഹല്ലേലൂയ അവകാശം പറയണം. എന്തിനാണെന്നറിയാവോ? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പള്ളികളായി മാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, അടുത്ത ആണ്ടിൽ നമുക്ക് അങ്ങനെ ഒരു പള്ളി ആരാധിക്കാൻ കർത്താവ് നമുക്ക് തരും. കാരണം കർത്താവിന്റെ ദാസൻ വാഗ്ദത്തത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മളോടെല്ലാം വാഗ്ദത്തം എന്താണ്? അമേരിക്കയ്ക്ക് പോകും, ഇംഗ്ലണ്ടിന് പോകും, അവിടെ പോകും, ഇവിടെ പോകും, എല്ലാം അതൊക്കെ ശരിയാണ്. വാഗ്ദത്തമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. പക്ഷേ അതിനു മുമ്പായി നമുക്ക് സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ ഒരു ആരാധനാലയം വേണം. പ്രൈസ് ദി ലോർഡ്. 22 പള്ളികളിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെയും അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ 4 പേര് കടന്നു വന്ന രാവിലെ ഞങ്ങൾ എല്ലാവരും ഒരു ചർച്ചിൽ കടന്നുപോയി ആരാധനയെല്ലാം കൂടി എല്ലാം കഴിഞ്ഞ് 4 പേരെ 4 സ്ഥലത്തേക്ക് ദൈവം അയച്ചതാണ്. ഹല്ലേലൂയ. ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ആരും ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസരത്തിലൊന്നുമല്ല ഞങ്ങൾ വന്നത്, പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നതാണ്. സ്തോത്രം. നാളെ ഞങ്ങൾ വെയിൽസിലേക്ക് പോവുകയാണ്.
വെയിൽസിൽ 50 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കടന്നു പോകുകയാണ്. അവിടെ നിന്ന് പൂളിലേക്ക് 50 മണിക്കൂർ പ്രാർത്ഥിക്കാൻ കടന്നു പോകുകയാണ്. ആ പ്രാർത്ഥന അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് 1-ാം തീയതി കടന്നു പോകും. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. കാരണം ഇവിടെയല്ല ഇത്രയും പ്രായത്തിലൊക്കെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇവിടെയെല്ലാം നടന്നുപോയി പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവിൻ്റെ കൃപയാണ് കർത്താവ് നിർത്തിയത്. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി സമയമൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അനുഗ്രഹിക്കപ്പെട്ട ആലോചനയൊക്കെ കേൾക്കുവാനായിട്ട് കർത്താവ് അവസരം ഒരുക്കിയല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്ക് ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മടുക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലേ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് മടുപ്പുള്ള കാര്യമാണിതൊക്കെ. എന്താണ് നന്മ ചെയ്യാൻ മടുക്കുക? പിന്നെ ഏതിനൊക്കെയാണ് മടുപ്പുണ്ടെന്ന്? പ്രാർത്ഥിക്കാൻ മടുക്കും അല്ലേ. ഈ നാളുകളിൽ പ്രാർത്ഥിക്കാനാണ് മടുപ്പ് കൂടുതലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഭക്ഷിക്കാൻ മടുപ്പുണ്ടോ? യാത്ര ചെയ്യാൻ മടുപ്പുണ്ടോ? മറ്റു പലതിനും മടുപ്പുണ്ടോ? ഇല്ല. പക്ഷേ നന്മ ചെയ്തതിൽ മടുത്തു പോകരുതെന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഏതിനൊക്കെയാണ് നമ്മൾ മടുപ്പുണ്ടാകുന്നത്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ. ഹല്ലേലൂയ. നമ്മൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് ആയുസ്സും ആരോഗ്യവും കർത്താവ് തന്നിരിക്കുകയാണ്. ഇതിന് 2.5 മണിക്കൂർ നമ്മൾ ദശാംശം കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഈ 2.5 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? വചനം വായിക്കാറുണ്ടോ? കൂട്ടായ്മയ്ക്ക് കൂടാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ താമസിച്ച് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നത് ദൈവദാസനോടുള്ള ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അതുമാത്രമല്ല, ദൈവത്തോട് ഞാൻ അല്ലേ, നമ്മൾ ജോലിക്ക് ആണെങ്കിൽ നമ്മൾ 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ നമ്മളെപ്പം പോകും? എപ്പോഴായിരിക്കും പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. നേരത്തെ അവിടെ ചെന്നില്ലെങ്കിൽ എന്തില്ലെന്നറിയാമോ? നമുക്ക് ശമ്പളം കിട്ടത്തില്ല. ഹല്ലേലൂയ. നന്ദിയോട് പല പ്രാവശ്യം നമ്മൾ പോകാതിരുന്നാലോ പിന്നെ നമ്മളെ ജോലി കയറ്റുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് പെന്തക്കോസ്തിൽ വന്ന എപ്പോഴേലും ആരാധനയ്ക്ക് പോവുക, നമ്മൾ വന്നാൽ വന്നു, വന്നില്ല, പോയാൽ പോയി അല്ലേ. അതല്ല, നമ്മൾ ഇതിന് വേണം തീഷ്ണത കൊടുക്കാൻ കേട്ടോ. ഹല്ലേലൂയ. അത് നമ്മൾ മറന്നു പോകല്ലേ. നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളി നമ്മൾ മറക്കരുത്. സ്തോത്രം. അപ്പോൾ തളർന്നു പോകാഞ്ഞാൽ എന്തുണ്ടാകും? തക്ക സമയത്ത് നമ്മൾ കൊയ്യും. അപ്പോൾ തളരും. പലതിലും നമുക്ക് തളർച്ചയുണ്ടാകും. നമുക്കറിയാം 126-ാം സങ്കീർത്തനത്തിനകത്ത് ഞാൻ മുമ്പേ വായിച്ചതുപോലെ കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. അപ്പോൾ എങ്ങനെ വിതയ്ക്കണം? കണ്ണുനീരോടെ നമ്മൾ വിതയ്ക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, തക്ക സമയത്ത്, ഹല്ലേലൂയ, തളർന്നു പോകാഞ്ഞാൽ. അപ്പോൾ തളരാൻ സാധ്യതയുള്ള മേഖലകളാണ് ഈ നാളുകളിൽ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ നാളിലെ വല്ല തീഷ്ണതയും നമുക്കുണ്ടോ? അന്നത്തെ പ്രാർത്ഥന ഇന്നുണ്ടോ? അന്നത്തെ ആരാധനയുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ദീപായുടെ മോളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നല്ല തീഷ്ണതയോടെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു പെങ്കൊച്ച. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്ന് ക്ഷീണിച്ചു പോകല്ല കേട്ടോ. തളർന്നു പോകരുത്, മടുത്തു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യൂത്തിൻ്റെ ഇടയിലൊക്കെ വളരെ ശക്തമായി അവൾ ഉപയോഗിക്കപ്പെട്ടതായ ഒരു കുഞ്ഞാണ്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ തളർന്നു പോകരുത്. ഞാൻ UK ചെന്നപ്പോഴത്തേക്കിന് അവിടെ ചില ഇടത്തൊക്കെ പോകുവാനായിട്ട് കർത്താവ് കൃപ തന്നു. പല പാസ്റ്റർമാരുടെ മക്കളും ഉണ്ടല്ലോ പഠിക്കാൻ വന്നതാ, പക്ഷെ ആരാധനയ്ക്ക് പോകുന്നില്ല. ഭയങ്കര സങ്കടം തോന്നി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ ആത്മഭാരമുള്ളവരും അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹമുള്ളവരാണെങ്കിലും വിദേശ രാജ്യത്തൊക്കെ ഇവിടെ കടന്നു വന്ന ഉടനെ അവരാദ്യം അന്വേഷിക്കുന്നത് എന്താണ്? എവിടെയാണ് ഒരു ആരാധനാലയം ഉള്ളത് അല്ലേ? ഇവിടെ അങ്ങനെ വന്നവരായിരിക്കുമല്ലോ ഇവിടെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് മുന്നമേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് ഇതെല്ലാം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ മടുത്തു പോകുന്ന അനേക വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, മടുത്തു പോകാതെ ഇരുന്നാൽ
നമ്മൾ ഏത് വിഷയത്തിലും പ്രാർത്ഥനയായിക്കോട്ടെ, നന്മ ചെയ്യുന്നതിലായിക്കൊള്ളട്ടെ, നമ്മൾ മടുത്തു പോകരുത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 24-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം ആ ആ മതി. നമുക്കിതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടി എലയാസാർ ഒരു പെണ്ണിനെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ആ പെണ്ണിനെ അന്വേഷിച്ചു പോകുന്നതായ സമയത്ത് എലയാസാർ ഒരു കാര്യം പറയുകയാണ്. ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്തിട്ട് പറയുകയാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പെങ്കൊച്ച് വെള്ളവുമായിട്ട് വരുമ്പോൾ ഞാൻ ദാഹിക്കുമ്പോൾ വെള്ളം ചോദിക്കുമ്പോൾ എനിക്കുള്ള ഒട്ടകത്തിനും കൂടെ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ എന്തു ചെയ്യും? എൻ്റെ യജമാനൻ്റെ മകന് വിവാഹം നടക്കാൻ ഒരുക്കപ്പെട്ട ഒരു പെങ്കൊച്ചായിരിക്കുമെന്ന്. നമുക്കറിയാം, ഇവിടെയും അമേരിക്കയിലും ഇപ്പം നാട്ടിലും ഒക്കെ അങ്ങനെയാണ്. സാധാരണ ഇപ്പം എങ്ങനെയാണ്, മാതാപിതാക്കളൊന്നും അല്ല വിവാഹം ആലോചിക്കുന്നതാണോ? ആണോ പാസ്റ്ററെ? അവർ സ്വയമായി തെരഞ്ഞെടുത്ത് പണ്ടൊക്കെ എന്താണ്, മാതാപിതാക്കളുടെ പുറകിൽ പോയി നിൽക്കും. ചെറുക്കനെ കണ്ടെങ്കിലായി, കണ്ടില്ലെങ്കിലായി, അല്ലേ? പിന്നെ അവർ പറയുന്നതിനെ അങ്ങ് കെട്ടുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ, വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? ആരും വിട്ടേച്ച് പോകത്തില്ല. ഹല്ലേലൂയ. അല്ലേ പാസ്റ്ററെ? അങ്ങനല്ലേ? ആരും വിട്ടേച്ച് പോവുകയില്ല. അങ്ങനെയൊക്കെ വളർന്നതായ തലമുറകളാ നിങ്ങളൊക്കെ, കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങനെയാണെന്നറിയാവോ? ഞങ്ങൾ ഒരു വർഷം കണ്ടിട്ട്, ഒരു വർഷം പഠിച്ചിട്ട്, ഒരു വർഷം ഫോൺ വിളിച്ചിട്ട്, ഒരു വർഷം ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ചിട്ട്, ഇതൊക്കെ ആയിട്ട് വിവാഹം കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ 30% ആൾക്കാരും അതോടുകൂടെ ഡിവോഴ്സിൻ്റെ വക്കിലാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അമേരിക്കയിൽ പല വർഷങ്ങൾ കടന്നു പോയതാ. ഇതെല്ലാം ഞാൻ കാണുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു വലിയ ക്രെഡിറ്റ് പോലാണ്, വിവാഹം വേണ്ട, പെണ്ണിനും വേണ്ട, ചെറുക്കനും വേണ്ട. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓരോ വർഷവും ഓരോരുത്തടുത്ത് ചെല്ലുമ്പോൾ പറയുന്നതാണ്, അമേരിക്കയിലുള്ളവർ തന്നെ പറയുകയാണ്. ഒരു അമ്മാമ്മ എന്നോട് പറയുക, അതുവരെയും ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് മതിയെന്നായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്നറിയാവോ? ഹല്ലേലൂയ. പെണ്ണ് ഒരു ചെറുക്കനെ കെട്ടണമെന്നുള്ളതേ ഉള്ളൂ. ഇനി ഏത് ജാതിപ്പെട്ടതാണേലും കുഴപ്പമില്ല, ഒരു പെണ്ണിനെ കെട്ടണമെന്നല്ല പറഞ്ഞേ, ആ ലെവലിലേക്ക് വന്നിരിക്കുക. എത്ര പേര് നമുക്ക് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വളർത്തുന്ന തലമുറകൾ ഭക്തിയോപദേശത്തിൽ വളർന്ന്, ഹല്ലേലൂയ, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്ന തലമുറകളെ എഴുന്നേൽക്കുവാൻ എത്ര പേര് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കും? മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, അവർ മക്കളെ മാത്രമല്ല മക്കളുടെ മക്കളെയും കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ അമേരിക്കയിലുള്ളതായ ഒരു കൊച്ചു, എനിക്ക് ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും ഉണ്ടല്ലോ സുവിശേഷം പറയുന്ന വലിയ ഇഷ്ടമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ലെങ്കിൽ പോലും അറിയാവുന്ന രീതിയിലൊക്കെ സുവിശേഷം പറഞ്ഞ്, കാരണം ചെറുപ്രായത്തിൽ തന്നെ ആ രക്ഷയുടെ ദൂതൊന്ന് പറഞ്ഞു കൊടുത്ത് അവരുടെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ കല്ലലി എത്ര വളർന്നാലും അത് വളരും. കാരണം അതുകൊണ്ടാണ് വചനം പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചിനോട് ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞ് ഞാനെല്ലാം കേട്ടു. ഇവിടുത്തുകാർ ഈ ഒരു സാഹിബിൻ്റെ ഒരു കൊച്ചാ, അവനോട് പറഞ്ഞു, വേറൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ എന്നോട് പറയുകയാണ്, നിന്നെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു നീ പിടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാലും ഞാൻ അവന് രക്ഷയുടെ ദൂത് പറഞ്ഞു കൊടുത്തിട്ടാ. ഹല്ലേലൂയ. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കേട്ടപ്പോൾ എന്നാണെന്നറിയാവോ? ഓസ്ട്രേലിയയിൽ അവൻ ബൈബിൾ കോളേജിൽ പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കത്തോലിക്ക കൊച്ചനായിരുന്നു. അവനോട് ഞാൻ ചോദിച്ചു, ബൈബിളുണ്ടോ? ബൈബിളില്ല.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് വീണ ഒരു വിത്താണ്. കത്തോലിക്കർക്കല്ല, എല്ലാ ഹിന്ദുക്കൾക്കും. എനിക്ക് കിട്ടുന്ന, എൻ്റെ കൈ കിട്ടുന്നവർക്ക്, ഹിന്ദുക്കൾക്ക് ഞാൻ ഓരോ ബൈബിൾ മേടിച്ചു കൊടുക്കും. എല്ലാം ഞങ്ങളുടെ ജനറൽ കൺവെൻഷന് ഞാൻ 10 ബൈബിൾ മേടിക്കും. ഹല്ലേലൂയ. 10 ഹിന്ദുക്കൾക്ക് കൊടുക്കും. ആ 10 ഹിന്ദുക്കൾ ഞങ്ങളുടെ വീട്ടിൽ വരണം. സ്തോത്രം, ഹല്ലേലൂയ. നാട്ടിലെ പ്രശ്നമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. കാരണം എന്നാണെന്നറിയാവോ? ആർക്കും ഹല്ലേലൂയ ഇപ്പം ചെന്ന് സുവിശേഷം പറയാനായിട്ട് പറ്റത്തില്ല. ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഒരു കൊണ്ടുപോയതായ സഹോദരൻ്റെ വണ്ടിയുടെ പുറകിൽ ഒരു ഒത്തിരി ട്രാക്റ്റിക്കുന്ന കണ്ടു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. കാരണം ഇവിടെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല പറയാനായിട്ട്. അതുകൊണ്ട് ട്രാക്റ്റ് കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. നന്ദിയോടെ നാട്ടിൽ ഞാൻ ട്രാക്റ്റ് കൊടുക്കും, പരസ്യയോഗം നടത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരസ്യയോഗം നടത്തുന്നത്. ഹല്ലേലൂയ. ദേശത്തോട് നമ്മൾ ദൂതറിയിച്ചാൽ, ഹല്ലേലൂയ, ഒരു കൊയ്ത്ത് നമുക്കുണ്ടെന്ന് കർത്താവ് പറഞ്ഞത്. വയൽ മുഴുവനും വിളഞ്ഞു കിടക്കുകയാ, പക്ഷെ എന്തില്ല? വേലക്കാരില്ല. ഇന്ന് ബൈബിൾ കോളേജുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എഞ്ചിനീയറും ഡോക്ടർമാരും നേഴ്സുമാരും ഹല്ലേലൂയ മറ്റു പലതും നമ്മൾ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഒരു കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്കായി ഞാൻ കൊടുക്കുമെന്ന്. പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങൾ സ്കൂളിലോ കോളേജുകളിലോ എൻജിനീയറിങ്ങിനോ ഡോക്ടറിനോ ഒക്കെ വിട്ടാലും ശരി, അവരുടെ കൂടെ പഠിക്കുന്ന ആ കുഞ്ഞിനോട് സുവിശേഷം പറയാൻ. ഇന്ന് ഞാൻ പോയ ഒരു വീട്ടിലൊരു പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോട് ഞാൻ ഇന്ന് പറഞ്ഞു, മോനെ, നിനക്ക് പോയി പഠിക്കുന്ന ആ കോളേജിൽ എനിക്ക് വരാൻ പറ്റത്തില്ല, അല്ലെ നിൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല, നിനക്ക് നിൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞിനോട് സുവിശേഷം പറയാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് അവൻ സമർപ്പിച്ചതാ. ഇന്ന് നടന്ന, ഉച്ച കഴിഞ്ഞ് നടന്ന സംഭവമാണ് ഞാൻ ഇത് പറയുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ മടുത്തു പോകല്ലേ, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തളർന്നു പോകാതിരുന്നാൽ ഒരു കൊയ്ത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചോ നമ്മുടെ ആലയത്തിലേക്ക്. ഹല്ലേലൂയ. അനേക ആത്മാക്കൾ കടന്നു വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പള്ളിയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാണെന്നറിയാവോ? ഇതിൻ്റെ എന്താണ്, മോർഗേജ് അടയ്ക്കാൻ അവർക്ക് പണമില്ല. കാരണം എന്നാ വെച്ചാൽ വിശ്വാസികളുണ്ടെങ്കിലല്ലേ ഹല്ലേലൂയ മോർഗേജൊക്കെ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കാര്യമല്ല, പള്ളിയിലെ കാര്യമാണ് ഞാൻ പറയാം. പള്ളി വരുന്ന അപ്പച്ചന്മാരോ അമ്മച്ചിമാർ കുറച്ച് പേരേ ഉള്ളൂ. കാരണം അത് കാരണം എന്താണെന്നറിയാവോ? പള്ളിയെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുക. ഹല്ലേലൂയ. നമുക്കിപ്പോൾ ഒരു ആരാധനാലയം വേണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളുടെ ഈ പണമുണ്ട്, അവർ മേടിക്കുക. ഒരു പള്ളി മുസ്ലിം മേടിച്ചിരിക്കുക. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അവകാശം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുക, അവൻ്റെ കയ്യിൽ നിന്ന് പെന്തക്കോസ് ആരാധനയായി മാറാനായിട്ട് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവള് ഹല്ലേലൂയ ഈ എലിയാസാർ വന്നപ്പോൾ വെള്ളം അവന് കുടിക്കാൻ കൊടുത്ത കൂട്ടത്തിൽ അവൾ പറഞ്ഞു എന്നാന്ന്, ഒട്ടകത്തിനും കൂടെ. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യർക്ക് വെള്ളം കൊടുക്കുന്നത് പോലാണ് ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നത്? ആടിന് വെള്ളം കൊടുക്കുന്ന പോലാണ് ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നത്. സ്തോത്രം. എത്ര ലിറ്റർ വെള്ളം വേണം? അവൾ മടുത്തു പോകാതെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാന്നറിയാവോ? കോരിക്കൊടുക്കുകയാണ്. മടുത്തു പോകാതെ അവൾ ചെയ്യുകയാ. മടുത്തു പോകാതെ ചെയ്തതുകൊണ്ട് അവളുടെ ഭാവിക്ക് വേണ്ടി ദൈവം ഒരുക്കുവാനായിട്ട് അവിടെ നെടിയായി. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ മടുത്തു പോകാതെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുക. തലമുറയെ ഓർത്ത് നീ വേദനിക്കുകയാണോ? തലമുറയെ ഓർത്ത് നീ സങ്കടപ്പെടുകയാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. ഈ അടുത്ത ആണ്ടിൽ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ നീ കാണാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവദാസന്മാരോടുള്ള അനുഭവത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ശുശ്രൂഷയുടെ ലെവൽ പോലും മാറാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ. കാരണം നമുക്കറിയാം ശൗലിനെ പൗലോസാക്കിയതും എല്ലാം നമുക്കറിയാം. ഈ പൗലോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നോർത്ത് നോക്കി ഏതെല്ലാം പ്രതികൂലങ്ങളാണ് കടന്നു വന്നത്. കാരണം ഭൂതം ബാധിച്ചതായ ഹല്ലേലൂയ ഒരു പെങ്കൊച്ച് നല്ല ദൂതൊക്കെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവളെ എന്ത് ചെയ്യുന്നറിയാം? അവളിലുള്ളതായ ദുരാത്മാവിനെ ശാസിച്ചതിൻ്റെ പേരിൽ കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ടു.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ അവൾക്ക് ഇന്നിപ്പോ എനിക്ക് സ്റ്റേജ് തന്നതുപോലെ ഹല്ലേലൂയ ദൈവദാസന്മാർ നല്ല ദൂത് പറഞ്ഞാൽ എന്ത് ചെയ്തേനെ? വെളിച്ചപ്പാടുത്തിയാണെന്നൊന്നും തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ആർക്കും തിരിച്ചറിവില്ലെന്ന് ഇന്ന് ഞാൻ പറഞ്ഞതായ സഭയിൽ പറഞ്ഞു. വിവേചന വരെ ഏറ്റവും അത്യാവശ്യമാകട്ടോ. കാരണം കള്ള നാണയം ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ പൗലോസിനോടൊക്കെ ദൂത് പറഞ്ഞ കറക്റ്റ് ദൂതാ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്തെന്നറിയാം? പൗലോസ് അതിനെ ശാസിച്ചു. അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? കാരാഗൃഹത്തിലിട്ടു. കാരാഗൃഹത്തിലിട്ടപ്പോൾ എന്ത് ചെയ്തു അവര്? പ്രൈസ് ദി ലോർഡ്, അവർ പാടി ആരാധിക്കുകയായിരുന്നു. ഒരു കാര്യം നമ്മൾ മറന്നു പോകല്ലേ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമാകുന്ന ഏത് കാരാഗ്രഹം വന്നാലും, രോഗമാകുന്ന കാരാഗ്രഹം വന്നാലും ഞാനും നീയും ഭാരപ്പെടരുത്. നമ്മൾ ആരാധിച്ചോണം. എന്ത് ചെയ്തെന്നറിയാവോ? കാരക പ്രമാണി കടന്നു വന്ന് ചോദിക്കുക, രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അതുമാത്രമല്ല, ആ ജയിലിൽ കിടന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ ആരാധിക്കാനാ വന്നതെങ്കിൽ നമ്മൾ ആരാധിച്ചാൽ ഇതിനകത്ത് തന്നെ ചില വിടുതലുകൾ നടക്കും, ചില സൗഖ്യങ്ങൾ നടക്കും, ചിലതിൻ്റെ ബന്ധനം അഴിയും. നീ ഇങ്ങനെ ഇരിക്കുവാനുള്ളതല്ല. രക്തം ജയമെടുക്കുകയാ. ദുരവൽഖമാനകത്തുനാഥക അന്തൽഖമാനകത്തനാഥകെ ആതുരത്തനാഥക. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികള്, ജനത്തെ ഉറക്കിക്കളയുന്ന, ജനത്തിന് മടിപ്പെട്ടു കൊണ്ട് വെല്ലുവിളിച്ച് നിൽക്കുന്ന സകല പോരുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിച്ച് അതിന്മേൽ ജയമെടുക്കുകയാ. രക്തം ജയമെടുക്കുകയാ. രക്തം ജയമെടുക്കുകയാ. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത വിഷയത്തിന്മേൽ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഓ റേഖാ ബാബാ 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 ദുരവൽഖരാദക തുനാദക ദുരംബരെ ജിരക്കബരെ തുരാദ. ഓ ജീസസ്, ആത്മാവിന്റെ ശക്തി ആലയത്തിനകത്ത് പടരട്ടെ. ദുരവൽഖമാനകത്ത് എല്ലാ നിരാശകളും, എല്ലാ വേദനകളും, എല്ലാ മടുപ്പുകളും മാറട്ടെ. ഓ റേഖാ ബാബാ ബാബാ ബാബാ. Thank you, Jesus. Rimana hamdaraga tunadaga. Durabal khabaragaraga tunadaga. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ദൈവാത്മാവ് ഇങ്ങനെ ദൂത് തരികയാണ്. ആരോടൊക്കെയോ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. തലമുറകളെ ഓർത്ത് കരയുന്ന ചില മാതാക്കൾ. ഹല്ലേലൂയ. എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കാൻ സമയമില്ല, ജോലിയാണ്. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ അടുത്തയാൾ ജോലിക്ക് പോകുക. കാരണം ഉറക്കം പോലുമില്ല. എന്താണെന്നറിയോ? ഒരു വീടുമൊക്കെ മേടിക്കും, വണ്ടിയൊക്കെ മേടിക്കും. പിന്നെ എന്താണെന്നറിയാവോ? അങ്ങ് ചക്രശ്വാസം വലിച്ച് എന്ത് ചെയ്യുക? ജോലി ചെയ്യുക. ഒന്നും രണ്ടും ജോലി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണെന്നറിയാവോ? അതുകൊണ്ട് തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് മറന്നു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ഇന്നലെ രാത്രി മുഴുവനും ഏതാണ്ട് 10, 30, 35 കുഞ്ഞുങ്ങളുള്ള ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട്. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളാ. ഹല്ലേലൂയ. നന്ദിയോടെ സ്വന്തം മാതാപിതാക്കൾ അഭിഷേകം പ്രാപിച്ചില്ല, പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഭാരമുണ്ടോ? കാരണം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കടന്നു പോകുമ്പോൾ അവരെ പഠിക്കുന്നതും അവർ പഠിച്ചു വരുന്നതും എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളല്ല, അഭിഷേകം പ്രാപിക്കണം. അതിനുവേണ്ടി പണ്ടൊക്കെ ഹല്ലേലൂയ പ്രായമുള്ള അപ്പച്ചമാർക്കൊക്കെ അറിയാം, കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. ഇന്നുണ്ടോ? ഇന്ന് വല്ലതിനെയും കിട്ടിയിട്ട് വേണ്ടേ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏതായാലും ഇന്നലെ ഏതാണ്ട് 30, 35 കുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏതാണ്ട് 20, 22 പിള്ളേർ അഭിഷേകം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്നറിയാവോ? കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്തെടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മടുത്തു പോകാതെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. തളർന്നു പോകാതിരുന്നാൽ ഒരു വലിയ കൊയ്ത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനോട്, ഹല്ലേലൂയ സഭയോടുള്ള, പ്രത്യേകിച്ച് ജിയോടും ബ്ലെസ്സിയോടുമുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നു.